എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും നീങ്ങിപ്പോകാത്തതായിട്ട് ഒന്നുമില്ല എന്ന് യേശു പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് അറ്റ കൈയാണ് ഉപവാസ പ്രാർത്ഥന. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നവരാണ്. ചില സമയങ്ങളിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ചങ്ങടിരിക്കും. അതൊരു വലിയ വിടുതലാകും. ഭക്ഷണം മാറ്റിവെച്ച് ദൈവമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ എല്ലാം പ്രകാശിതരായെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗം കടലിൽ നിന്ന്, കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട പൗലോസ് അണലികടിയേറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിമർശന വിഷയമായിട്ട് നിന്നു. എന്നാൽ പൗലോസ് ശാന്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോസ്തല പ്രവൃത്തി 28:3-6 വരെ കാണുന്നത്. അവൻ ശാന്തനായിരുന്നു. നമ്മൾ ഈ പ്രകൃതിയിലെ കഴുകനെ കുറിച്ച് പഠിക്കുമ്പോൾ കഴുകൻ, പരന്ത്, ഈ വർഗങ്ങളെല്ലാം ഇവരെ ആക്രമിക്കുന്ന ഒരേ ഒരു പക്ഷിയുള്ളത് കാക്കയാ. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കാക്ക. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ക്ലീനിങ്ങും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാക്കയാണ്. രാവിലെ ഒരു എലി ചത്ത് വഴി കിടന്നാൽ അതെടുത്ത് കളയാൻ പോലും മലയാളിക്ക് ഇപ്പോൾ കുനിയാൻ നേരമില്ല, കയ്യിൽ മൊബൈലാണ്. എന്നാൽ കാക്ക അതെടുത്ത് ക്ലീനാക്കി അവരുടെ വിശപ്പും മാറും, വഴിയും ക്ലീനാക്കി തരും. എന്നാൽ ഈ കാക്ക ഇടക്ക് കഴുകനെ ആക്രമിക്കും. എന്നാൽ കഴുകനെ ആക്രമിക്കാൻ, ഈ പരന്തിനെ ആക്രമിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഈ കഴുകൻ, ഈ പരന്ത് തിരിച്ച് ഇതിനെ ഉപദ്രവിക്കുന്നില്ല. കഴുകൻ്റെ മൂർച്ചേറിയ നഖങ്ങളും ചുണ്ടുകളും വെച്ച് ഈ കാക്കയെ കൊന്നുകളയാം. എന്നാൽ കാക്കയെ ഒന്നും ചെയ്യില്ല. കഴുകൻ മാറിക്കളയും. 1, 2 മുകളിലോട്ട് പതുക്കെ 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 ഉയർന്നുകൊണ്ടിരിക്കും. സംഭവിക്കുന്നത്, ഈ കഴുകന്റെ പുറകെ പറന്ന് 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 മുകളിലോട്ട് കയറി 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 ഈ കാക്കയ്ക്ക് ശരിക്കും ഓക്സിജൻ കിട്ടാതെയാകുമെന്നാണ് പറയുന്നത്. കഴുകന് കുഴപ്പമൊന്നുമില്ല, അതിന് അവിടെയും ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. കാക്ക തളർന്ന് ക്ഷീണിച്ച് അത് വീണ്ടും താഴോട്ട് പോരും. താഴോട്ട് വീഴുന്നത് പോലെയാണ് താഴോട്ട് വരുന്നത്, അതുപോലെ തളർന്നു പോകും. ഇതാണ് വിമർശനം. വിമർശനങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നമ്മുടെ എനർജി അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട. നമ്മൾ ശാന്തമായിരിക്കുക. ഇതിന് മറുപടി പറയരുത്. നമുക്കെതിരെ വരുന്ന സകല തിന്മകൾ കളവായി പറയുമ്പോൾ ഒരു കഴുകനെ പോലെ ശാന്തമായി ഇരുന്നാൽ അത് നമ്മെ മുകളിലോട്ട് കയറ്റും. അല്ലെങ്കിലോ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മൾ കുറച്ചുകൂടി തളരും. നമ്മൾ മറുപടി പറഞ്ഞാൽ വേറെ കാക്കകളും ആക്രമിക്കും. കാക്കകൾ കൂട്ടമായി ആക്രമിക്കും. നമ്മുടെ എനർജി പോവുകയാണ്. നമ്മുടെ എനർജി ഇതിനു വേണ്ടി കളയാനുള്ളതല്ല. അതുകൊണ്ട് വിമർശനങ്ങൾ വരുമ്പോൾ, ബർബരന്മാർ നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ വിമർശിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ശാന്തമായി ചിറക് വിരിച്ച് ശക്തിയോടെ മുകളിലോട്ട് കാറ്റിൻ്റെ ദിശയിൽ ഉയർന്നുയർന്ന് മുകളിലോട്ട് പോകുക. കുറെ കഴിയുമ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് വീടും കൂടും ജീവിതമൊക്കെ ഉള്ളതാണ്. ഇവർക്ക് എത്ര നാൾ ഒരാളുടെ പുറകെ പോകാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ അവർ നിർത്തും. കാരണം അവർക്ക് ഭാര്യയും മക്കളുള്ളതാ. നമ്മുടെ ഭാര്യയും മക്കളെ എത്ര നാൾ അവർ പറയും? കുറച്ച് കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യവും നോക്കണ്ടേ? അത് കഴിയുമ്പോൾ അവർ തളരും. എന്നാൽ നീ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിനക്ക് വിരോധമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നവർ തളരും. നീ കഴുകനെ പോലെ മുകളിലോട്ട് കയറണം.
ദൈവശക്തി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവർ, അല്ലെങ്കിൽ കഴുകൻ്റെ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ദൈവവചനം ഇതേ അർത്ഥതലത്തിൽ വായിച്ച് ബലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ബൈബിള് തന്നെ നിങ്ങൾക്കൊരു ആഘോഷവും ആവേശവുമായി മാറും. അല്ലെങ്കിലോ ബൈബിള് വെറുതെ വായിക്കുന്നു, എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നുണ്ട്, എന്നിട്ട് വിഷയങ്ങളെ ഒന്നും നേരിടുന്നില്ല. ബൈബിളിലൂടെ വിഷയങ്ങളെ നേരിടുക. നിങ്ങളും ഞാനും വായിക്കുന്ന ബൈബിളിലെ ഓരോ ചാപ്റ്ററിലൂടെ വിഷയങ്ങളെ ഒന്ന് കാണുക. എല്ലാം നിസ്സാരമായിട്ട് തോന്നും. കർത്താവ് അതിനുള്ള ബലവും കൃപയും നമുക്ക് തരട്ടെ. ഇവിടെ പൗലോസ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, വിറക് പെറുക്കി കൊടും ശൈത്യം എന്ന ഒരു പ്രതികൂലത്തിലേക്കാണ് വന്നത്. കാരണം അവർ വീണത് കടലിലാണ്. കടലിൽ നിന്ന് നീന്തി കരക്ക് കയറി, അതിശൈത്യം, താങ്ങാൻ കഴിയാത്ത തണുപ്പ്. ആ തണുപ്പിന്റെ ഇടയിലാണ് ഈ വിറക് കൂട്ടി തീ കായുന്നത്. നാട്ടുകാർ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ പൗലോസിന്റെ കൈക്ക് ഒരണലി കടിച്ചു തൂങ്ങി. പൗലോസ് ശാന്തമായി അവിടെ നിൽക്കുകയാണ്. തളരുന്നില്ല, മനസ്സുമടുക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. എല്ലാവരും തളരുമ്പോൾ, എല്ലാവരും മനസ്സുമടുക്കുമ്പോൾ, എല്ലാവരും പിറുപിറുക്കുമ്പോൾ, മറ്റുള്ളവരുടെ കണ്ണുകളിൽ കാണുമ്പോൾ ആകെ ഷോക്കേറ്റതുപോലെ തളർന്നു വീഴുന്ന അവസ്ഥകളൊക്കെ ഒത്തിരി പേർക്ക് വരും. പൗലോസിന് ഇതൊന്നും വരുന്നില്ല. പൗലോസ് അതിനെ നേരിടുന്നത് ശാന്തമായിട്ടാണ്. പൗലോസിന് അത് നേരിടാനുള്ള ശക്തി അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചവനാണ്. അപ്പൊ ജനങ്ങൾ വേഗത്തിൽ വിധിക്കും. നമ്മളിത് അറിഞ്ഞിരിക്കണം. ജനങ്ങൾ പെട്ടെന്ന് വിധിക്കും. അയാൾ മരിച്ചതിന്റെ കാരണം അതാണ്, ആ പെങ്കൊച്ചിന് അങ്ങനെ പറ്റിയതിന്റെ കാരണം ഇതാണ്, ആ സഭയ്ക്ക് പറ്റിയത് ഇതാണ്. വിധിക്കുന്നവരുടെ നടുവിലാണ് നമ്മൾ വളരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. വീട് മാറിയാലും നാട് മാറിയാലും വിധിക്കുന്നവരെ ദൈവം എല്ലായിടത്തും അനുവദിക്കാറുണ്ട്. കാരണം വിധിക്കുന്നവരെ അതിജീവിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്. വിമർശിക്കുന്നവരെ അതിജീവിക്കാനുള്ള ശക്തി നിന്നിലുണ്ട്. അടുത്തത്, ദൈവം നിന്റെ തെറ്റായ ലേബലിനെ മാറ്റിക്കളയും. ഇപ്പോൾ ജനങ്ങളുടെ നടുവിൽ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. ഇതാണ് വിമർശനം. അവർ പറയുന്നത് ഇതാണ് 4-ാം വാക്യത്തിൽ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, ഇവനൊരു കൊലപാതകനാണ്. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവൻ കൊലപാതകനാണ്, ഇവൻ ജീവിക്കാൻ കൊള്ളൂല. ജനങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് എതിരെ ചില ലേബലുകൾ ഒട്ടിക്കും. ഇവൻ ജീവിക്കാൻ പറ്റാത്തവനാണ്, ഇവൻ ശരിയല്ല ആള്. ജനങ്ങൾ പുതിയ പുതിയ ലേബലുകൾ നമ്മിൽ ഒട്ടിക്കും. എന്നാൽ ലേബൽ മാറ്റാൻ, വേഗത്തിൽ ആ ലേബലിനെ മാറ്റാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. നിശബ്ദമായിട്ട് നിന്നാൽ നിന്റെ ചീത്തപ്പേരിനെ, കുലപാതകൻ എന്ന ചീത്തപ്പേരിനെ നിനക്ക് മായ്ച്ചെടുക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ ഒരു ചരിത്രം, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനിങ്ങനെ കേട്ടു. അതായത് തൊട്ടടുത്ത വീട്ടിലെ ഒരു പെങ്കൊച്ച് ഇവരുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മോളും ആ കുഞ്ഞും കൂട്ടാണ്. അവരെന്തോ കുറച്ച് പൈസ കടം ചോദിച്ചു, കൊടുത്തില്ല ഈ പെങ്കൊച്ചിന്റെ അമ്മ.
ആ പൈസ കൊടുത്തില്ല എന്ന കാരണത്താൽ ഈ പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു. ആ കുഞ്ഞിനെ കൊണ്ട് സാക്ഷി പറയിപ്പിച്ചു അമ്മ. അങ്ങനെ സംഭവിച്ചത് സ്വന്തം ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് സ്വന്തം ഭാര്യയും, ചിലപ്പോൾ നേരാണെങ്കിലോ, സമൂഹം മൊത്തം പറയുമ്പോൾ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. അവസാനം ഈ ഭാര്യയും ഈ കുഞ്ഞുങ്ങളും കൂടി ഇവിടുന്ന് വീടും പറമ്പും വിറ്റ് കേരളത്തിൽ നിന്ന് കർണാടകയ്ക്ക് പോയി. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ് ജയിലിൽ. അവിടെ വെച്ച് അദ്ദേഹം തളർന്നില്ല, നിയമങ്ങൾ പഠിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ പഠിച്ചു. നാളുകളെടുത്ത് രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിച്ച് സ്വയം വാദിച്ച് പുറത്തു വന്നു. നിരപരാധി എന്ന് തെളിയിച്ചു. ഒരു 10,000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ കഴിയും, തോറ്റുകൊടുക്കാത്തവർ. എന്നാൽ പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത, എല്ലാവർക്കും ഇത് കഴിയും. ക്രിസ്തുവിലുള്ളവർ തോറ്റുപോകില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. തോറ്റുപോകുന്ന ഒരു ഇനമല്ല ഇത്. ഇത് പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിക്ക് ജയിക്കാൻ കഴിയും, ലേബല് മായ്ക്കാൻ കഴിയും. നീ ശാന്തമായി നിന്നാൽ മതി. നിനക്കെതിരെ ഒട്ടിച്ച ലേബലുകൾ, ഉണ്ടാക്കിയ ബാനറുകൾ, നിനക്കെതിരെ ഉണ്ടാക്കിയ സന്ദേശങ്ങൾ, ഇതെല്ലാം അർത്ഥശൂന്യമാക്കാൻ നീ ശാന്തമായി നിന്നാൽ മതി. നിന്റെ ലേബൽ മാറും. അപ്പോൾ അനേകർക്ക് നിന്റെ വിടുതൽ ഒരു വെളിപ്പാടായി മാറും. ഇന്ന് പൗലോസിന്റെ വിടുതൽ നമുക്കൊരു പ്രസംഗമായി, ഒരു സന്ദേശമായി, ഒരു വെളിപ്പാടായി തീർന്നില്ലേ? അന്നത്തെ പൗലോസിന്റെ വേദനകൾ നമുക്കൊരു വിജയത്തിന്റെ ആവേശം തരുന്നില്ലേ? ഇതുപോലെ ഇന്നത്തെ നമ്മുടെ വേദനകൾ നമ്മുടെ അടുത്ത തലമുറകൾക്കും നമ്മുടെ സമൂഹത്തിനും ഒരു വിടുതലിന്റെ സന്ദേശമായി മാറും. നാളെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും പറയും, നമ്മുടെ കൊച്ചുമക്കൾ പറയും, ഞങ്ങളുടെ വല്യപ്പൻ വലിയ വിഷയങ്ങൾ വന്നപ്പോൾ തളർന്നില്ല, കൊടുങ്കാറ്റിന് നേരെ നിന്നു, ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നിന്നു, ഞങ്ങളുടെ വല്യപ്പൻ തളർന്നില്ല, അതുകൊണ്ട് കർത്താവ് തന്നെ മാനിച്ചു എന്നിങ്ങനെ നമ്മുടെ അടുത്ത പല തലമുറകൾ പറയുന്നൊരു കാലം വരും. അവർക്കുള്ള വെളിപ്പാടായി നമ്മുടെ വേദനകൾ തീരും. ഇത് കേൾക്കുന്ന പലർക്കും ഇതൊരു വിടുതലായി മാറട്ടെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് അതിജീവനത്തിനുള്ള ഒരു പാഠമാണ്. എങ്ങനെ വിജയിക്കണമെന്ന് നമ്മൾ അടുത്ത തലമുറയിലേക്ക് ഒരു നല്ല സന്ദേശം കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, തോറ്റുകൊടുക്കാൻ കഴിയില്ല. കർത്താവിൽ ജീവിക്കുന്നവർക്ക് പരാജയപ്പെടാൻ കഴിയില്ല. ഒടുവിൽ ലേബൽ മാറി. ഇവൻ കൊലപാതകൻ എന്ന് പറഞ്ഞവർ തന്നെ ഇവൻ ഒരു ദേവനാണ് എന്ന് പറഞ്ഞ്, ദൈവതുല്യനാണ് എന്ന് പറഞ്ഞ് മാനിക്കുന്നത് കാണാം. നിന്ദയുടെ ലേബൽ മാറി മാന്യതയുടെ ലേബലിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന പൗലോസിനെ നമുക്ക് കാണാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഇന്ന് പറയുന്നതെല്ലാം ജനങ്ങൾ തിരുത്തി പറയുന്ന ഒരു കാലം വരും. പേടിക്കരുത്, തളരരുത്. പരിശുദ്ധാത്മാവെന്തോ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ധൈര്യപ്പെടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ട് ബലപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരും, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുള്ളവരും, പൗലോസിനെ പോലെ കത്തി ജ്വലിക്കുന്ന ദൈവകൃപയുള്ളവരും, ഏത് സാഹചര്യങ്ങളെ നിസ്സാരമായി നേരിട്ട് ജയാളികളാകുന്നവരായി തീരട്ടെ. കർത്താവ് അത് ചെയ്യണം. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രയാസത്തിൽ നിന്നും ഇതുപോലെ ഒരു പുറത്തു വരട്ടെ. കുട്ടികളുടെ പരീക്ഷ അനുഗ്രഹമാകട്ടെ. നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലാകട്ടെ.
കടന്നു വരുന്നവർക്കെല്ലാം അനുഗ്രഹമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. 7 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഈ പ്രാവശ്യം നടക്കുന്നത്. എല്ലാ ദിവസവും ജീസസ് എവരി ഡേയിലൂടെ അല്പം മാത്രം നമ്മൾ ദൈവവചനം കേൾക്കുന്നു. എന്നാൽ ഉപവാസ പ്രാർത്ഥനയിൽ വരുന്നവർക്ക് വളരെയധികം നേരം ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഴിയുന്നത്രയും പേർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരിക. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെയുള്ളതാ. എന്തോരാനന്ദമേ നാദ ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര അങ്ങെപ്പോലെ സ്നേഹിക്കാൻ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ
നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണമാ നിനക്കാശോഭിപ്പാൻ പകരു ശക്തി എന്നിൽ നാദ നിനക്ക പോയിടാം വിശ്വസ്ത ദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നീ പകരു ശക്തി എന്നിൽ